അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും പുറത്തു വരുന്നത് അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ, അതായത് കടയിൽ നിന്ന് പാൽ വാങ്ങാൻ പോകുമ്പോൾ, വളർത്തുനായെ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ കളിക്കളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അമേരിക്കയിലെ കുടിയേറ്റ വിരുദ്ധ ഏജൻസിയായ ICE, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, സാധാരണക്കാരായ ലാറ്റിൻ അമേരിക്കൻ വംശജരെ തെരുവിൽ നിന്നും ലക്ഷ്യം വെച്ച് അറസ്റ്റ് ചെയ്യുന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദി ഗാർഡിയൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ന്യൂയോർക്ക് മെട്രോ മേഖലയിൽ നടക്കുന്ന ഇത്തരം തെരുവ് അറസ്റ്റുകളിൽ 93% ലാറ്റിനോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയാണ്. ഇത് കേവലം ഒരു നിയമപാലനമല്ല, മറിച്ച് വ്യക്തമായ വംശീയ വിവേചനമാണെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ന്യൂയോർക്കിലെ മാധ്യമമായ ദ സിറ്റി റിപ്പോർട്ടർ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. 3 ഫെഡറൽ കോടതികളിൽ സമർപ്പിച്ച 1200-ലധികം ഹേബിയസ് കോർപ്പസ് ഹർജികൾ പരിശോധിച്ചാണ് അവർ ഈ ഡേറ്റ തയ്യാറാക്കിയിരിക്കുന്നത്. 2025 ഒക്ടോബർ 15 മുതൽ 2026 മാർച്ച് 15 വരെയുള്ള 5 മാസത്തെ കണക്കുകൾ പ്രകാരം 430 തെരുവ് അറസ്റ്റുകളാണ് ഈ മേഖലയിൽ മാത്രം രേഖപ്പെടുത്തിയിരുന്നത്. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നാൽ, ഈ പ്രദേശത്ത് രേഖകളില്ലാതെ താമസിക്കുന്ന കുടിയേറ്റക്കാരിൽ 66% മാത്രമാണ് ലാറ്റിൻ വംശജർ ഉള്ളത്. എന്നാൽ തെരുവിൽ വെച്ചുള്ള ആകെ അറസ്റ്റുകളുടെ 93% ഇവരെ ലക്ഷ്യമിടുന്നതായിരുന്നു. അതായത് ഔദ്യോഗിക ഓഫീസുകളിൽ വെച്ച് നടക്കുന്ന പരിശോധനകളെക്കാൾ വളരെ കൂടുതലാണ് തെരുവുകളിൽ വെച്ച് ഇവരെ വേട്ടയാടുന്നത്. ഈ വേട്ടയാടലിന് ഇരയായ ഫ്ലോറൻസിയോ എന്ന തൊഴിലാളിയുടെ അനുഭവം നിയമപാലകരുടെ ക്രൂരതയ്ക്ക് തെളിവാണ്. ക്വീൻസിലെ കൊറോണ എന്ന സ്ഥലത്ത് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അദ്ദേഹത്തെ മുഖംമൂടി ധരിച്ച ICE ഏജന്റുമാർ വളഞ്ഞു. തട്ടിക്കൊണ്ടുപോകാൻ വന്നവരാണെന്ന് കരുതി ഭയന്നോടിയ ഫ്ലോറൻസിയെ അവർ ക്രൂരമായി നിലത്തു വീഴ്ത്തി. മുഖം റോഡിലുരഞ്ഞ് പരിക്കേറ്റ അദ്ദേഹത്തെ വിലങ്ങുവെച്ച് കാറിലേക്ക് തള്ളി. അറസ്റ്റിന് ശേഷം ICE ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർ തിരഞ്ഞ മറ്റൊരു കുറ്റവാളിയുടെ അതേ ശരീരപ്രകൃതമായതിനാലാണ് ഫ്ലോറൻസിയെ തടഞ്ഞത് എന്നാണ്. താൻ ആ കുറ്റവാളിയല്ലെന്നും ഗൊട്ടാമല സ്വദേശിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും നീയും രേഖകളില്ലാതെയാണ് ഇവിടെ കഴിയുന്നത്, അതിനാൽ ഞങ്ങളോടൊപ്പം വരണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. അതായത് ആദ്യം അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിനുള്ള കാരണം കണ്ടെത്തുക എന്ന നിയമവിരുദ്ധ ശൈലിയാണ് ICE ഏജന്റുകൾ പിന്തുടരുന്നത്. ഈ തെരുവ് അറസ്റ്റുകൾ പലപ്പോഴും അങ്ങേയറ്റം അക്രമാസക്തമാണ്. ചില സന്ദർഭങ്ങളിൽ ഉദ്യോഗസ്ഥർ ടെസർ ഗണ്ണുകൾ ഉപയോഗിക്കുന്നതായും കാറിന്റെ ചില്ലുകൾ തകർക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിലുപരിയായി അറസ്റ്റിനിടയിൽ വംശീയ അധിക്ഷേപങ്ങൾ പതിവാണെന്ന് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജികൾ വ്യക്തമാക്കുന്നു. ഒരു മെക്സിക്കൻ കുടിയേറ്റക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ICE ഏജന്റുകൾ വംശീയമായി അധിക്ഷേപിച്ചതായി ജനുവരിയിൽ സമർപ്പിച്ച ഹർജിയിലുണ്ട്. ക്വീൻസിലെ കൊറോണ, ലോങ് ഐലൻഡിലെ ബ്രെന്റ്വുഡ്, ഹെപ്സ്റ്റഡ്, ന്യൂജേഴ്സിയിലെ പസായിക് തുടങ്ങിയ ലാറ്റിൻ വംശജർ കൂടുതലായി താമസിക്കുന്ന മേഖലകളിലാണ് ഈ വിസ വേട്ട കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം 81 തെരുവ് അറസ്റ്റുകൾ നടന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ നിയമ പ്രൊഫസറായ എലോറ മുഖർജി വ്യക്തമാക്കുന്നത് ഈ കണക്കുകൾ ICEയുടെ വംശീയ വിവേചനം പൂർണ്ണമായും തെളിയിക്കുന്നു എന്നാണ്. എന്നാൽ ഈ ആരോപണങ്ങളെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു. കുടിയേറ്റ നിയമം ലംഘിച്ച് അമേരിക്കയിൽ താമസിക്കുന്നവരെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും അല്ലാതെ തൊലിയുടെ നിറമോ വംശമോ നോക്കിയല്ല നടപടിയെടുക്കുന്നതെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ അറസ്റ്റിലായ 10-ൽ ഒരാൾ മാത്രമാണ് കോടതിയെ സമീപിക്കുന്നത് എന്നതിനാൽ യഥാർത്ഥ അറസ്റ്റുകളുടെ എണ്ണം ഈ കണക്കുകളേക്കാൾ എത്രയോ മുകളിലാണെന്നാണ് സാധ്യതകൾ പറയുന്നത്. നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകാലത്ത് ഈ വിസ വേട്ട ശക്തമായിരിക്കുകയാണ്. വൈറ്റ് ഹൌസിന്റെ അതിർത്തി സുരക്ഷാ ചുമതലയുള്ള ടോം ഹോമാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ഈ മേഖലയിൽ കർശന പരിശോധന തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ലാറ്റിൻ തെരുവുകളിൽ ഭീതി പടരുകയാണ്. തൊഴിലാളികൾ ജോലിക്ക് പോകാൻ ഭയക്കുന്നു. പലരും തങ്ങളുടെ കൈകളിൽ അടിയന്തരമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ മാർക്കർ പെൻ കൊണ്ട് എഴുതി വെച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു വശത്ത് നിയമവിരുദ്ധ കുടിയേറ്റം തടയുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി വാദിക്കുമ്പോഴും അതിനായി വംശീയമായ വേർതിരിവ് നടത്തുന്നത് അമേരിക്കൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം കാരണം കണ്ടെത്തുക എന്ന ഈ രീതി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും പൂർണ്ണമായും തകർക്കുന്നതാണ്. തങ്ങൾ എപ്പോൾ വേണമെങ്കിലും തെരുവിൽ നിന്ന് പിടിക്കപ്പെടാമെന്ന ഭീതിയിലാണ് ഇന്ന് ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും വലിയൊരു വിഭാഗം ജനങ്ങൾ കഴിയുന്നത്.
വരും ദിവസങ്ങളിൽ ഫെഡറൽ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മനുഷ്യരുടെ ഭാവി.